വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയത്തിനുള്ള ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ബില്ലിനെ ശക്തമായി എതിർത്തു പ്രതിപക്ഷം. കേന്ദ്ര സർക്കാർ ഭരണഘടനാ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും DMKയും CPMഉം തൃണമൂൽ കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ബില്ല് അവതരണത്തെ എതിർത്ത് 126 പ്രതിപക്ഷാംഗങ്ങളെത്തി. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ചർച്ചയിൽ മറുപടി നൽകുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, ഏതായാലും വോട്ടെടുപ്പിലൂടെ ബില്ല് അവതരണത്തിന് അനുമതി നൽകിയിരിക്കുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഭയിൽ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം, ഭരണഘടനാ വിരുദ്ധം, ഫെഡറൽ തത്വങ്ങൾക്കെതിരെ സംസ്ഥാനങ്ങളെ നിർജീവമാക്കാനുള്ള നീക്കം എന്നത് തന്നെയാണ്. വിനീത, ഇപ്പോൾ ബില്ല് അവതരണം വോട്ടിനിട്ടിരിക്കുകയാണ്. അതിന്റെ നടപടികൾ സഭയിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ 333 പേരാണ് ബില്ല് അവതരണത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 207 അംഗങ്ങൾ ബില്ല് അവതരണത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി. 126 പ്രതിപക്ഷാംഗങ്ങളാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ വോട്ടവതരണത്തിൽ ഈ വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 333 അംഗങ്ങളാണ് ലോക്സഭയിൽ നിലവിലുള്ളത്. ഇപ്പോൾ ബില്ല് അവതരണം വോട്ടിനിട്ടപ്പോൾ 207 അംഗങ്ങളുടെ പിന്തുണ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. ബില്ല് അവതരണം ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ചില അംഗങ്ങൾക്ക് ഒരുപക്ഷെ വോട്ട് രേഖപ്പെടുത്തിയാലും അത് ഈ ഒരു വോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അത്തരം അംഗങ്ങളുടെ വോട്ട് പിന്നീട് രേഖാമൂലം നൽകണം. അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും എത്ര പേർ ബില്ലിനെ ഔദ്യോഗികമായി പിന്തുണച്ചു, ബില്ല് അവതരണത്തെ ഔദ്യോഗികമായി പിന്തുണച്ചു എന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കുക. അതിനായുള്ള നടപടിക്രമം ഇപ്പോൾ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും ശബ്ദവോട്ടോടെ ഈ ബില്ല് അവതരണം അംഗീകരിക്കാൻ സ്പീക്കർ നീങ്ങിയെങ്കിലും ഡിവിഷൻ വേണം, വോട്ടിനിടണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്. അപ്പോൾ ബില്ല് അവതരണം തന്നെ വോട്ടിനിട്ടുകൊണ്ട് പാസ്സാക്കുന്ന ഒരു നീക്കത്തിലേക്ക് ലോക്സഭ കടക്കുകയാണ്. അതേസമയം ബില്ല് പാസ്സാക്കാൻ 2/3 ഭൂരിപക്ഷം വേണം. ഇപ്പോൾ 333 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. ഒരുപക്ഷെ ബില്ല് പാസ്സാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുമ്പോൾ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളും സഭയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന് എളുപ്പമാകില്ല